ഹലോ കുട്ടികളെ. അപ്പോ നമ്മൾ ഇക്കായി 3-യിലാണിപ്പോ. മീറ്റാ സന്ദ്ര കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ ആയ ചലേം ആണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ചലേം പോകാം, പോകാമോ എന്നൊക്കെയാണ് ചലേം എന്ന വാക്കിന്റെ അർത്ഥം. സരിക ടാക്കൂർ എഴുതിയ ഈ കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ ചിത്രത്തില് ഒരു അമ്മയും മകനെയും കാണുന്നുണ്ടല്ലേ? അവരുടെ കഥയാണിത്. टुक्कू कई दिन से साइकिल की जिद कर रहा था. टुक्कू कई दिन से കുറേ ദിവസമായി സൈക്കിൾ വേണമെന്ന് ജിദ് കർ രഹാ ഥാ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയാണ് ടുക്കു. अम्मा ने टुक्कू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിൾ ഓർ അപ്നെ ലിയെ സ്വന്തമായിട്ട് എക് സ്കൂട്ടി ഖരീദ് ലി അമ്മയ്ക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങി. पर आपको तो സ്കൂട്ടി ചലാന नहीं आता. पर आपको तो പക്ഷെ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ नहीं आता അറിയില്ലല്ലോ. ടുക്കുനെ അമ്മ സെ പൂച്ച. ടുക്കു അമ്മയോട് ചോദിച്ചു. तुम्हें भी तो साइकिल चलाना नहीं आता. तुम्हें भी तो നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ. അമ്മാനെ കഹ അമ്മ പറഞ്ഞു. मैं सीख लूंगा धीरे धीरे. ഞാൻ പഠിക്കും സ്ലോലി പതുക്കെ मैं सीख लूंगा ഞാൻ പഠിച്ചുകൊള്ളും. ടുക്കു പറഞ്ഞു. मैं भी सीख लूंगी धीरे धीरे. ഞാനും പഠിക്കും മെല്ലെ. അമ്മ ഹസ്തേ ഹുയെ ബോലി. അമ്മ ചിരിച്ചുകൊണ്ട് ഹസ്തേ ഹുയെ ബോലി. ഉസ് രാത് ദോനോങ്കോ നീന്ത് ന ആയി. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ആ ദിവസം രാത്രി ദോനോങ്കോ രണ്ടുപേർക്കും നീന്ത് ന ആയി ഉറക്കം വന്നതേയില്ല. ഉസ് രാത് ദോനോങ്കോ നീന്ത് ന ആയി ക്യോ. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അന്ന് ഉറക്കം വരാതിരുന്നിട്ടുണ്ടാവുക? അവരുടെ പുതിയ സൈക്കിളിന്റെയും സ്കൂട്ടിയെയും പറ്റി ആലോചിച്ചിട്ടായിരിക്കും അല്ലേ? നാളെ എങ്ങനെയായിരിക്കും അത് ഓടിക്കാൻ പഠിക്കുക? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ അവർക്ക് ഉറക്കം വന്നിട്ടേ ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സുബഹ് ടുക്കുനെ അപ്നി സൈക്കിൾ നികാലി ഓർ അമ്മാനെ അപ്നെ സ്കൂട്ടി. സുബഹ് രാവിലെ ടുക്കു അപ്നി സൈക്കിൾ നികാലി തന്റെ സൈക്കിൾ പുറത്തെടുത്തു. ഓർ അമ്മാനെ അമ്മയോ അപ്നി സ്കൂട്ടി അവരുടെ സ്കൂട്ടിയും. ജ്യാദാ ദൂർ മത് ജാന അമ്മാനെ ടുക്കു കോ സംജായ. ജ്യാദാ ദൂർ കുറേ ദൂരമൊന്നും മത് ജാന പോവരുത്. അമ്മാനെ ടുക്കു കോ സംജായ അമ്മ ടുക്കുവിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആപ് ഭി ജ്യാദാ ദൂർ മത് ജാന. ആപ് ഭി നിങ്ങളും ജ്യാദാ ദൂർ മത് ജാന വളരെ ദൂരെയൊന്നും പോകരുത്. ടുക്കുവിനെ അമ്മാക്കോ സംജായ അമ്മ ടുക്കുവിനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ ടുക്കു അമ്മയോട് തിരിച്ചും പറയാ. നിങ്ങളും കുറെ ദൂരത്തൊന്നും പോവരുത് കേട്ടോ, കാരണം രണ്ടുപേർക്കും ഈ വണ്ടി ഓടിക്കാൻ അറിയില്ല. ടുക്കുവിനെ പേലെ ആദാ പെഡൽ മാരാ. ടുക്കു സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുകയാണ്. പേലെ ആദ്യമായി ആദാ പെഡലിന്റെ ഹാഫ് അതാണ് ആദാ പകുതി. മാര പകുതി മെല്ലെ ആ പെഡൽ ഒന്ന് ചവിട്ടിക്കൊടുത്തു. അതിന്റെ കൂടെ ആദാ പെഡൽ മാർത്തെ സീറ്റ് പർ ബൈഠ്നേക്ക് കോശിഷ് കി. കുറച്ച് പെഡല് മെല്ലെ ചവിട്ടി മാർത്തെ സീറ്റ് പർ സീറ്റിൽ ബൈഠ്നേക്ക് ഇരിക്കാൻ കോശിഷ് കി ശ്രമിച്ചു. പർ ജേസേ ഹി വോ സീറ്റ് പർ ബൈഠാ. പക്ഷേ എങ്ങനെയോ സീറ്റിൽ ഇരുന്നപ്പോഴേക്കും ഹാൻഡിൽ ഗൂമ അതിന്റെ ഹാൻഡിൽ തിരിഞ്ഞുപോയി. പാവ് പെഡൽ തക് ന പൗഞ്ചേ. പാവ് കാല് പെഡൽ വരെ ന പൗഞ്ചേ എത്തിയില്ല. ബാലൻസ് ബിഗഡ ബാലൻസ് പോയി. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. മെല്ലെ പെഡലിലൊക്കെ ചവിട്ടി സീറ്റിലേക്ക് ഇരുന്ന് നോക്കിയപ്പോഴേക്ക് ഹാൻഡിൽ തിരിഞ്ഞു. പിന്നെ കാല് പെഡലിൽ എത്താൻ പറ്റിയില്ല, ബാലൻസും പോയി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ. ധടാം. സൈക്കിളും ടുക്കും ദോനും രണ്ടും ഗിർ പടേ വീണു. ധടാം എന്ന ശബ്ദത്തോടെ.
ज्यादा दूर मत जाना, अम्मा ने टुक्कू को समझाया। आप भी ज्यादा दूर मत जाना, टुक्कू ने अम्मा को समझाया. यहाँ दोनों का कौन सा മനോഭാव പ്രകട होता है? അപ്പൊ ഈ പറഞ്ഞതിലൂടെ അമ്മയുടെയും മോന്റെയും എന്ത് സ്വഭാവമാണ്, അവരുടെ എന്ത് മനോഭാവത്തിനെയാണ് അത് കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള കെയറിങ്ങിനെയാണ് അല്ലേ കാണിക്കുന്നത്. മറ്റുള്ള ഒരാളെ പറ്റിയുള്ള ഒരു ചിന്തയെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പൊ ടുക്കുവിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഉദർ അമ്മ സ്കൂട്ടി സീഖ് രഹി थी. ഉദർ അവിടെ അമ്മ സ്കൂട്ടി സീഖ് രഹി थी. സ്കൂട്ടി പഠിക്കുകയായിരുന്നു. ഉൻഹോനെ ഹാൻഡിൽ കോ ദോനോ ഹാത്തോ സെ കസ് കർ ധാമാ. അവര് രണ്ട് ഹാത്തോസെ കൈകൾ കൊണ്ടും ഹാൻഡിൽ, ഈ വണ്ടിയുടെ ഹാൻഡിൽ മുറുക്കി, കസ്കർ ധാമ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ബായേ ഹാത്ത് സെ ബ്രേക്ക് ദബായ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ബ്രേക്ക് മുറുക്കി പിടിച്ചു. ദായേ ഹാത്ത് സെ ആക്സിലറേറ്റർ ഗുമായ. റൈറ്റ് ഹാൻഡ് കൊണ്ട് വണ്ടിയുടെ ആക്സിലറേറ്റർ തിരിച്ചു. സ്കൂട്ടി വഹി ഖടി രഹി. पर സ്കൂട്ടി വഹി ഖടി രഹി, അവിടെ തന്നെ നിന്നു. फिर अम्मा ने ब्रेक छोड़ दिया. ബ്രേക്കും ആക്സിലറേറ്ററും ഒരുമിച്ച് മുറുക്കി പിടിച്ചപ്പോ വണ്ടി മുന്നോട്ട് പോയില്ല, കാരണം ബ്രേക്ക് പിടിച്ചിരിക്കുകയല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ബ്രേക്ക് ചോട് ദിയ, ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോड़ते ही स्कूटी उछली और पिछले पहिए पर गड़ी हो गई. ബ്രേക്ക് മുഴുവനായിട്ട് അങ്ങ് വിട്ടപ്പോ എന്തു പറ്റി? ആക്സലറേറ്റർ മുഴുവനായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണല്ലേ. വണ്ടി ഒറ്റ കുതിപ്പിന് മുന്നോട്ട് വന്ന് പൊങ്ങി. എന്നിട്ടോ പിച്ചിലെ പഹിയേപ്പർ, പിച്ചിലെ ബാക്കിലുള്ള പഹിയെ ചക്രം, ബാക്കിലുള്ള ചക്രത്തിൽ നിൽക്കാൻ തുടങ്ങി. വണ്ടി അങ്ങ് പൊങ്ങി, മുന്നിലെ ചക്രമൊക്കെ ആകാശത്തിലായി, ബാക്കിലെ ചക്രത്തിൽ മാത്രമായി നിൽക്കാൻ തുടങ്ങി. അമ്മ और സ്കൂട്ടി दोनों गिरी. ആഹാ, അവിടെ ടുക്കു വീണ പോലെ തന്നെ ഇവിടെ അമ്മ और സ്കൂട്ടി, അമ്മയും സ്കൂട്ടിയും दोनों गिरी, രണ്ടുപേരും വീണു. ധടാം. ടുക്കു കെ സിർ പർ ഗുമട്ട് നിഗലായ. ടുക്കുവിന്റെ തലയിൽ ഗുമട്ട് നിഗലായ, അത് മുഴച്ചു വന്നു, സ്വെല്ലിംഗ് വന്നു. അമ്മ की കോഹ്നി और घुटने छिल गए. കോഹ്നി और घुटने എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും ഒക്കെ ഉള്ള തോലൊക്കെ പോയി, മുട്ടിലൊക്കെ ഉള്ള തോലൊക്കെ പോയി. രാത് കോ ദോനോം ബിസ്തർ പർ ലേട്ടേതേ. അങ്ങനെ അന്ന് രാത്രി ദോനോം, അമ്മയും മോനും രണ്ടുപേരും ബിസ്തർ പർ, ബെഡിൽ കിടക്കുകയായിരുന്നു. അമ്മ ബോലി, അമ്മ പറഞ്ഞു, അബ് നെയ് ചലാവുങ്കി സ്കൂട്ടി. ഇനി ഞാൻ ആ സ്കൂട്ടി ഓടിക്കൂല. നെയ് ചലാവുങ്കി. ലോഗ് ഹസ് രഹേ ദേ മുझे गिरता देकर. ലോഗ്, ആളുകൾ, ഹസ് രഹേ ദേ, ചിരിക്കുകയായിരുന്നു. മുझे गिरता देकर, ഞാൻ വീണത് കണ്ടിട്ട്. गिर गए तो क्या, मजा तो आया, ടുക്കു ബോല. എന്നാ ടുക്കു പറഞ്ഞത് എന്താ? गिर गए तो क्या, വീണു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ? മസാ തോ ആയ, നല്ല രസമായിരുന്നില്ലേ. ടുക്കു ബോല. गिर गए तो क्या, मजा तो आया, ऐसा कोई अनुभव आपको है, बताए. ഇതുപോലെ വീണിട്ടുണ്ടെങ്കിലും പൊട്ടൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ബാത്തോ സഹി ഹേ. അപ്പൊ അമ്മ പറയാ, അത് ശരിയാണ്, വീണു എന്നൊക്കെ വിചാരിച്ചാലും നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല രസമായിരുന്നു. സ്കൂട്ടി പർ ബൈഠ്കർ മുझे लगा कि मैं हवा में तैर रही हूँ. സ്കൂട്ടിയിൽ ഇരുന്നപ്പോ മുझे लगा कि, എനിക്ക് തോന്നി, मैं हवा में, ഞാൻ വായുവില്, തേർ രഹി ഹൂ, വായുവില് നീന്തുകയാണ് അല്ലെങ്കിൽ പറക്കുകയായിരുന്നു എന്ന് തോന്നി. दोनों ने तय किया कि कल फिर कोशिश करेंगे. രണ്ടുപേരും തൈ കിയാക്കി എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. കൽ, നാളെ, ഫിർ കോശിഷ് കരേംഗെ, വീണ്ടും ശ്രമിക്കാം. दोनों एक दूसरे के गले में बाहों डालकर सो गए. രണ്ടുപേരും അന്യോന്യം കെട്ടിപ്പിടിച്ച്, തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അമ്മാനെ സപ്ന ദേക്ക. ഉറക്കത്തിൽ അമ്മ ഒരു സ്വപ്നം കണ്ടു. वो टुकू को स्कूटी पर बिठाए സ്കൂൾ ചോടനെ ജാ രഹി ഹേ. അമ്മ ടുക്കുവിനെ സ്കൂട്ടി പർ ബിഠായേ, സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട് സ്കൂൾ ചോടനെ, സ്കൂളിൽ വിടാൻ, ജാ രഹി ഹേ, പോവുകയാണ്.
उसी वक्त टुक्कू भी एक सपना देख रहा था. അതേ സമയത്ത് ടുക്കുവും ഒരു സപ്ന देख रहा था. സ്വപ്നം കാണുകയായിരുന്നു. कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. അമ്മയെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് ബാസാർ മാർക്കറ്റിൽ घुमा रहा है കറങ്ങുകയാണ്. അപ്പോ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ അവർ രണ്ടുപേരും പോയിട്ടുണ്ടാവും അല്ലേ? വീണ്ടും ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശ്രമിച്ച് അവർ നന്നായിട്ട് വണ്ടി ഓടിക്കാനും പഠിച്ചിട്ടുണ്ടാവും. അവസാനം അവരുടെ സ്വപ്നം പോലെ തന്നെ അമ്മയെ സൈക്കിളിൽ ഓടിക്കാൻ ടുക്കുവും ടുക്കുവിനെ വണ്ടിയിൽ കയറ്റി പോവാൻ വേണ്ടി അമ്മയും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം? എല്ലാവരും എങ്ങനെയാണ് ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. ക്രമമേ ലിഖേ. ഈ പാഠത്തിലുള്ള ചില സന്ദർഭങ്ങൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അത് ക്രമത്തിൽ എഴുതണം. अम्मा ने सपना देखा वो टिक्कू को स्कूटी पर बिठाए स्कूൾ छोड़ने जा रही है. അമ്മയുടെ സ്വപ്നത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് അവര് ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തി സ്കൂളിൽ വിടാൻ പോകുന്നു. अम्मा ने टुक्कू के लिए साइकिल और अपने लिए एक स्कूटी खरीद ली. അമ്മ ടുക്കുവിന് വേണ്ടി സൈക്കിളും അമ്മയ്ക്ക് വേണ്ടി സ്കൂട്ടിയും വാങ്ങി. അമ്മ की कोहनी और घुटने छिल गए. അമ്മയുടെ കൈയും കാലിലും ഒക്കെ മുട്ടിലുള്ള തോലൊക്കെ ഉരിഞ്ഞു പോയി. അമ്മ और टुक्कू एक दूसरे के गले में बाह डालकर सो गए. അമ്മയും ടുക്കും അന്യോന്യം തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. സൈക്കിൾ ടുക്കു ദോനോ ഗിർ പടേ. സൈക്കിളും ടുക്കും രണ്ടുപേരും വീണു. സുബഹ ടുക്കുനെ അപ്നി സൈക്കിൾ നികാലി और अम्मा ने अपनी स्कूटी. രാവിലെ തന്നെ ടുക്കു സ്വന്തം സൈക്കിളും എടുത്തു, അമ്മ അമ്മയുടെ സ്കൂട്ടിയും. അപ്പൊ ഇതിനെ എങ്ങനെ ഓർഡറിലാക്കി എഴുതാം? ആദ്യത്തെ ഇതിവിടെ തന്നിട്ടുണ്ട്. അമ്മാനെ ടുക്കു കേലിയെ സൈക്കിൾ ഓർ അപ്നെ ലിയെ സ്കൂട്ടി ഖരീദ് ലി. അവർ ആദ്യം തന്നെ വാങ്ങി. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെയോ? സുബഹ ടുക്കുനെ അപ്നി സൈക്കിൾ നികാലി ഓർ അമ്മാനെ അപ്നി സ്കൂട്ടി. രണ്ടുപേരും രാവിലെ തന്നെ പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? സൈക്കിൾ ടുക്കു ദോനോ ഗിർപടെ. രണ്ടുപേരും വീണു. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. അടുത്തതോ? അമ്മാക്കി കോനി ഓർ ഗുഡ്നെ ചിൽ ഗയേ. അമ്മയ്ക്ക് മുറിവ് പറ്റിയല്ലേ? നാലാമത്തെ പോയിന്റ്. അതിനുശേഷം അമ്മ ഓർ ടുക്കു ഏക് ദൂസരേക്ക് ഗലേ മേ ബാഹൻ ഡാൽക്കർ സോ ഗയേ. രണ്ടുപേരും രാത്രി കിടന്നുറങ്ങി. ഇനി അവസാനത്തെ പോയിന്റോ? അമ്മാനെ സപ്ന ദേക്ക ഉസ് ടുക്കു കോ സ്കൂട്ടി പർ ബിട്ടായേ സ്കൂൾ ചോടനെ ജാ രഹി ഹെ. ഇതാണ് അവസാനത്തെ പോയിന്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലുള്ള ഈ സ്പേസിൽ കറക്റ്റ് ഓർഡറിൽ ഇത് എഴുതണം കേട്ടോ. സമർത്ഥൻ കരേ സഹി വാക്യ ചുനുക്കർ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കാർ ചലാത്തെ സമയ സീറ്റ് ബെൽറ്റ് പേനെ. ഇവിടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സീറ്റ് ബെൽറ്റ് പേനെ. അതാണ് ശരിയായ കാര്യമല്ലേ? ഇവിടെ ഇയാള് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇതാണ് സീറ്റ് ബെൽറ്റ് ഇട്ടത്. അപ്പൊ ഇത് തെറ്റായ കാര്യമാണ്. ഇതാണ് ശരി. അപ്പൊ ഇതാണ് ഇവിടുത്തെ പോയിന്റ്. അടുത്തത് ബൈക്ക് ചലാത്തെ സമയ ഹെൽമെറ്റ് പേനെ. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇടണം. ഇവിടെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഇത് തെറ്റാണ്. അപ്പൊ ഈ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗാഡി ചലാത്തെ സമയ മൊബൈൽ കാ ഇസ്തമാൽ ന കരേ. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവിടെ ആരാ മൊബൈൽ ഉപയോഗിക്കുന്നത്? ഇത് തെറ്റായ കാര്യമാണല്ലേ? ഇതാണ് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇവിടെയും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. അപ്പൊ ഇതാണ് ഈ ഒരു കാര്യം. ഇനി ലാസ്റ്റ് ഏക് ബൈക്ക് മേ ദോ ഹി സവാർ ഹോ. അപ്പോ ഒരു ബൈക്കില് 2 പേര് മാത്രമേ സഞ്ചരിക്കാവുള്ളൂ, 3 പേര് സഞ്ചരിക്കാൻ പാടില്ല. ഇതാണ് അവസാനത്തെ സെന്റൻസ്. ടുക്കു ഡയറി ലിഖേ. ടുക്കുവിന്റെ ഡയറി. നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ടുക്കുവിന്റെ ഡയറി എഴുതാൻ സഹായിക്കാമോ? സ്കൂട്ടർ ഓർ സൈക്കിൾ ഖരീദന, रात में नींद नहीं आना, सुबह साइकिल और स्कूटर निकालना, टुक्कू और अम्मा का आपसी परवाह करना, स्कूटर से और साइकिल से गिरना, दोनों को मजा आना, आगे का सपना देखना. അതായത് നമ്മുടെ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പോയിന്റ് ആയിട്ട് തന്നിരിക്കുകയാണ്.
ഈ കഥ ഇപ്പോ ഒരു കഥയായിട്ടല്ലേ നമുക്ക് അറിയുന്നത്. ഇത് ടുക്കുവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ടുക്കു അവന്റെ ഡയറിയിൽ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. നിങ്ങൾ ഓരോരുത്തരും മലയാളത്തിൽ എഴുതി അതിനെ ഹിന്ദിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഒരു ഡേറ്റ് 20 ഏപ്രിൽ 2026 നിങ്ങൾ എഴുതുന്ന ദിവസത്തെ ഡേറ്റ് ഇടുക. പ്രിയ ഡയറി, ഡയറിയോട് സ്റ്റോറി പറയും പോലെയാണ് ചില ആളുകൾ എഴുതാറ്. ആജ് കാ ദിൻ ബഹുത് ഖാസ് രഹാ, ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു. അമ്മാനെ മേരെ ലിയെ സൈക്കിൾ ഓർ അപ്നെ ലിയെ സ്കൂട്ടി ഖരീദി. അപ്പൊ ഇവിടെ പറയുന്നത് ആരാണ്? ടുക്കു ആണ്. അപ്പൊ അമ്മാനെ മേരെ ലിയെ, എനിക്ക് വേണ്ടി സൈക്കിൾ ഓർ അപ്നെ ലിയെ സ്കൂട്ടി ഖരീദി. रात को मुझे नींद नहीं आई क्योंकि मैं बहुत खुश और उत्साहित था. सुबह हमने अपनी अपनी गाड़ियां निकाली. ഞങ്ങൾക്ക് രാത്രി തീരെ ഉറക്കം വന്നില്ല, വളരെ എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ രണ്ടുപേരും സ്വന്തം വണ്ടി പുറത്തെടുത്തു. मैंने സൈക്കിൾ ചലാനെ की कोशिश की लेकिन मैं गिर गया. ഞാൻ സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ വീണു പോയി. അമ്മ भी स्कूटी से गिर गई और उन्हें चोट लग गई. അമ്മയും സ്കൂട്ടറിൽ നിന്ന് വീണു, അവർക്ക് മുറിവും പറ്റി. മുझे भी थोड़ा दर्द हुआ, എനിക്കും വേദനയായി. पर मुझे मजा भी आया, പക്ഷെ എനിക്ക് സന്തോഷവും തോന്നി. मुझे लगता है कि हमें डरना नहीं चाहिए, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പേടിക്കാൻ പാടില്ല. हम धीरे धीरे सीख जाएंगे, ഞങ്ങൾ മെല്ലെ മെല്ലെ പഠിക്കും. कल फिर से कोशिश करेंगे, നാളെ വീണ്ടും ശ്രമിക്കും. तुम्हारा टुक्कू. ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഡയറി എഴുതാറുണ്ടോ? അപ്പൊ ടുക്കുവിന്റെ ഡയറി എഴുതാൻ ശ്രമിക്കുക. ഇനി മേരി ഡയറി മേ, നിങ്ങൾ എഴുതിയ ഡയറിയിൽ താരീഖ് ഹേ ഉണ്ടോ? ഉണ്ടല്ലേ, ഡേറ്റ് ഉണ്ട്. അപ്പൊ ഹാ. ഇനി ഘടനാവും കാ ഉല്ലേഖ് ഹേ, എന്തൊക്കെ കാര്യങ്ങളാ സംഭവിച്ചത് അത് മുഴുവൻ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ആത്മനിഷ്ഠ ഭാഷ ഹേ, ഞാൻ സ്വന്തമായിട്ട് പറയുന്നത് പോലത്തെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ. അപ്നാ വിചാർ ഹേ, ഇത് കൂടെ നിങ്ങളുടേതായ ഒരു ചിന്ത ഇതിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, നഹി. കാരണം ഇത് ടുക്കുവിന്റെ ഡയറിയാണ്, നിങ്ങൾ ഇതിൽ എഴുതിയിട്ടില്ല. ടുക്കു പറയുന്നത് പോലെയാണ് എഴുതിയിരിക്കുന്നത്. ലിഖേ ചിത്ര ക്യാ കർ രഹി ഹേ, ഓരോ ചിത്രത്തിലും എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇവിടെ തന്നിരിക്കുന്ന വാക്യം ഇതിൽ ഏതാണെന്ന് മാച്ച് ചെയ്യണം. ആദ്യം, സ്കൂട്ടർ പർ ബൈട്ടി അമ്മാക്കോ ടുക്കു ടിഫിൻ ബോക്സ് ദേത്താ ഹേ. അമ്മ സ്കൂട്ടറിൽ ഇരിക്കുകയാണ്, ടുക്കു അമ്മയ്ക്ക് ടിഫിൻ ബോക്സ് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. സൈക്കിൾ പർ ബൈട്ടെ ടുക്കുക്കോ അമ്മ ടാറ്റ ദേത്തി ഹേ. സൈക്കിളിൽ ഇരിക്കുന്ന ടുട്ടുവിന് അമ്മ ടാറ്റ കൊടുക്കുകയാണ്. ഇതാണല്ലേ ആ ചിത്രം. ടുക്കുക്കെ ചാരോ ഓർ ഉസ്കെ ദോസ്ത് ഖടെ ഹേ. ടുക്കുവിന്റെ 4 ഭാഗത്തും അവന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് ആ ചിത്രം. സ്കൂൾ കെ സാമനെ അമ്മ ഓർ ടുക്കു സ്കൂട്ടർ പർ ബൈഠേ ഹേ. ടുക്കു അമ്മയുടെ കൂടെ സ്കൂട്ടറിൽ ഇരിക്കുന്ന ചിത്രം ഇതാണ്. ഇനി ലാസ്റ്റ് ചിത്രം, ടുക്കു അമ്മാക്കോ സൈക്കിൾ പർ ബിഡാക്കർ ജാത്താ ഹേ. ടുക്കുവിന്റെ സൈക്കിളിൽ അമ്മയെ ഇരുത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ ഓരോ സെന്റൻസും ആ ചിത്രത്തിന്റെ അടിയിൽ എഴുതുക. കഹാനിക്കോ ആകെ ബഡായേ. അപ്പൊ ഈ കഥ അമ്മയും മകനും സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നത് വരെയുള്ളൂ. അതിനെ മുന്നോട്ട് പോവുക. എങ്ങനെയായിരിക്കും അതിന്റെ പിറ്റേന്ന് നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഊഹിച്ച് മലയാളത്തിൽ എഴുതി നോക്കുക. എന്നിട്ട് സിമ്പിൾ ആയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. നമുക്കിവിടെ എഴുതിയത് നോക്കാം. സുബ ദോനോ ജാഗേ. രാവിലെ രണ്ടുപേരും എണീച്ചു. അമ്മ ഓർ ടുക്കു അപ്നെ സപ്നോं को याद करके मुस्कुराए. അമ്മയും ടുക്കും അപ്നെ സപ്നോं को, അവര് രാത്രി കണ്ട സ്വപ്നത്തിനെ യാദ് കർക്കെ, ഓർത്തിട്ട് മുസ്കുരായെ, ചെറുതായിട്ട് ചിരിച്ചു. दोनों ने फिर से साइकिल और स्कूटी चलाने की कोशिश की. രണ്ടുപേരും വീണ്ടും സൈക്കിളും സ്കൂട്ടറും ഓടിക്കാൻ ശ്രമിച്ചു. इस बार वे धीरे धीरे और सावधानी से चले. ഈ പ്രാവശ്യം മുന്നത്തെ പോലെയല്ല, വളരെ സ്ലോ ആയിട്ട് വളരെ ശ്രദ്ധയോടെയാണ് ശ്രമിച്ചത്. വേ ഗിരേ നഹി ഓർ ഖുഷ് ഹോ ഗയേ. അവര് വീണില്ല, രണ്ടുപേരും ഹാപ്പിയായി. ധീരെ ധീരെ ദോനോ അച്ഛേ സെ ചലാന സീഖ് ഗയേ. സ്ലോലി സ്ലോലി രണ്ടുപേരും വണ്ടി ഓടിക്കാൻ നന്നായി പഠിച്ചു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിലുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥം
ഈ പാഠത്തിന്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉംഗ്ലിയാം കൈവിരലുകൾ, ജിദ് കർണ വാശി പിടിക്കുക, ഖരീദ് ലി വാങ്ങിച്ചു, സീഖ് ലൂങ്ക പഠിക്കാം, ധീരെ ധീരെ മെല്ലെ മെല്ലെ, ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട്, നീന്ത് ഉറക്കം, ജ്യാദ കൂടുതൽ, സംജായ മനസ്സിലാക്കിച്ചു, ആദാ പെഡൽ മാര പെഡൽ ഭാഗികമായി അമർത്തി, കോശിഷ് കി ശ്രമിച്ചു, ഹാൻഡിൽ ഗുമ ഹാൻഡിൽ തിരിച്ചു, പാവ് കാല്, ബാലൻസ് ബിഗാഡ ബാലൻസ് തെറ്റി, കസ്കർ ധമ മുറുക്കെ പിടിച്ചു, ബായേ ഹാത്ത് സെ ഇടത് കൈകൊണ്ട്, ബ്രേക്ക് ദബായ ബ്രേക്ക് അമർത്തി, ദായേ ഹാത്ത് സെ വലത് കൈകൊണ്ട് ആക്സിലറേറ്റർ ഗുമായ ആക്സിലറേറ്റർ തിരിച്ചു, ബ്രേക്ക് ചോട് ദിയ ബ്രേക്ക് വിട്ടു, ഉജ്ലി കുതിച്ചു, പിച്ലെ പഹിയെ പിൻചക്രം, ഗുമട്ട് നികൽ ആയ മുഴച്ച് പൊങ്ങി, കോഹ്നി ഓർ ഘുട്നെ ചിൽ ഗയെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി, ബിസ്തർ കിടക്ക, ലേട്ടേതെ കിടക്കുകയായിരുന്നു, മസ ആയ രസിച്ചു, ഹവാമേ തേർന കാറ്റത്ത് പറക്കുക, തൈക്കിയ തീരുമാനിച്ചു, ഗലേമേ ബാഹേൻ ഡാൽക്കർ കഴുത്തിൽ കൈകൾ ഇട്ടുകൊണ്ട്, സപ്ന സ്വപ്നം, ബിഠായെ ഇരുത്തിക്കൊണ്ട്, വക്ത് സമയം, ബാസാർ ചന്ത. അപ്പോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.